സാധാരണ ഞങ്ങൾ മിക്ക സൺഡേസിലും വീട്ടിൽ ബീഫാട്ടോ വാങ്ങുക. അപ്പം എനിക്കും മമ്മിക്കും ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഈ സൺഡേ നമ്മൾ വിചാരിച്ചൊരു വെറൈറ്റിക്ക് ഒരു തട്ടിക്കൂട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാനേ. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ശരിക്കും തട്ടിക്കൂട്ട് തന്നെയാണ്. ബിരിയാണിയുടെ പേരൊന്നും വെക്കാൻ പറ്റില്ല, ബിരി വരെ എത്തിയുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് ആ തട്ടിക്കൂട്ട് ബിരിയാണി. അപ്പോൾ ഞങ്ങൾ ബിരിയാണി എല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് മടി പിടിച്ചിരിക്കാണ്ട് നമ്മുടെ വീടിൻ്റെ കുറച്ച് വേറെ സ്ഥലമാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഓണത്തിന് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന്. പക്ഷെ അന്നേരം അത് വിരിഞ്ഞില്ല. അപ്പോൾ അത് ഏതാണ്ട് വിരിഞ്ഞ് ചെയ്യാറായത് ഇപ്പോഴാണ്. അപ്പം അവർക്ക് കുറേ നഷ്ടമൊക്കെ വന്നു കേട്ടോ. അപ്പം അവിടെ രസമാണ് കാണാൻ. ഒരു മലയുടെ മണ്ടയ്ക്കാണ്. അപ്പം അങ്ങോട്ട് പിന്നെ പോയിട്ടൊക്കെ കുറേ നാളെ അവിടെയൊക്കെ പരിചയക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിതാ ഓട്ടോയ്ക്കാണ് കേട്ടോ. ഞാൻ ഓട്ടോയിൽ കയറിയിട്ട് കുറേ നാളായിരുന്നു. അപ്പം ഓട്ടോയിലും കാറിലുമായിട്ടാണ് പോകുന്നത്. അപ്പം ഇതുപോലെ ഇങ്ങനെ മലമണ്ടയാണ്, റബ്ബറാണ് കൂടുതലും. അപ്പോൾ ഇങ്ങനെ മലയോര മേഖല എന്നൊക്കെ പറയുന്ന പോലെ മലയായിട്ട് കയറി ഓട്ടോ ചേട്ടൻ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് കയറിപ്പോൾ. അത്രയും മലമണ്ടയാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് കേട്ടാലും പൊട്ടൻതോട് എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. പോകേണ്ട സ്ഥലമായിട്ടില്ല. ഇതൊരു റിലേറ്റീവിൻ്റെ ഒരു വീടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി എന്നിട്ട് ഞങ്ങളിങ്ങനെ കുശലം പറഞ്ഞ് പോവാണ്. അപ്പം ഇതാണ് ഇത് അവിടെ ഒരു വീട്ടിൽ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ടില്ലേ, ഇതിങ്ങനെ മെത്ത അടിക്കുക പോലെ ഇങ്ങനെ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ നോർമലായിട്ട് ബന്ദിപ്പൂ അല്ല, ശരിക്കും ബന്ദിപ്പൂ തന്നെ. പക്ഷേ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചുമ്മാ നമ്മുടെ ഈ അടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മളങ്ങനെ അധികം പോവലില്ലല്ലോ. ഈവൻ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പോകാറില്ല ഇവിടെ. അപ്പം ഇങ്ങനെ പൂവൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഒരു ഫണ്ണായിരിക്കില്ലേ, അങ്ങനെ പോയതാണ്. അപ്പം അവിടെ പൂവെല്ലാം ഏകദേശം ചീഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ എന്നിട്ട് വീണ്ടും ആ വീട്ടിൽ കൂടെ തന്നെ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഈ അക്കുന് കുട കണ്ട് കഴിഞ്ഞാൽ പിന്നെ കുട വിടത്തില്ല. കുട ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കരയൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വേഗം കുട എടുത്ത് കൊടുക്കും. പിന്നെ ഈ അവിടെയുള്ള പൂവൊക്കെ ചീഞ്ഞു. ആ ഒരു ചേട്ടൻ അവിടെ അത് പറിക്കുന്നുണ്ടായിരുന്നു, എവിടെയോ ചെറിയ കടയിൽ എവിടെയോ ചോദിച്ചിട്ട്. പിന്നെ നമ്മൾ കുറേ ഫിൽറ്ററൊക്കെ ഇട്ട് എന്താ പറയുക, ഇങ്ങനെ എന്തൊക്കെയോ എടുത്തു. എന്നിട്ട് നേരെ വീട്ടിലെത്തി. വീട്ടിൽ വരുന്ന വഴിക്ക് ഞങ്ങൾ ചിക്കിങ്സും പിസ്സയൊക്കെ വാങ്ങിയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മടുത്തായിരുന്നു. അവിടെ തോട്ടപ്പുഴുവൊക്കെ ഉണ്ട്. അപ്പം വലിയ കാണാനെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമല്ല, എന്നാലും ആ ഒരു മലയുടെ മണ്ടയ്ക്ക് അങ്ങനെ കണ്ടപ്പോൾ ഒരു രസം. അങ്ങനെ ഞങ്ങൾ പിസ്സയൊക്കെ വാങ്ങി വന്ന് ഈവനിങ് അടിപൊളിയായിട്ട് പിസ്സയെല്ലാം കഴിച്ച്
എന്താണ് നല്ലൊരു സൺഡേ ആയിരുന്നു. ഞങ്ങൾ എപ്പോഴും സൺഡേയിൽ കപ്പ ബിരിയാണി തിന്ന് കിടന്നുറങ്ങലാണ്. അപ്പം ഈ ഒരു സൺഡേ, കാരണം സൺഡേസിൽ ശരിക്കും വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പം ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നാണ് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് പോയത് സൺഡേയിൽ.